പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നിങ്ങളായിരിക്കുന്ന എല്ലാ ഉദ്യമങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഏറ്റവും ഹൃദ്യമായി ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ മനുഷ്യർ നമുക്ക് ആരുടെയെങ്കിലും സാന്നിധ്യവും സാമീപ്യവും ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമ്മൾക്ക് ഒരു രോഗം വരുമ്പോൾ, അസ്വസ്ഥതകൾ വരുമ്പോൾ, ഹൃദയത്തിന് നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇനി നമ്മുടെ സന്തോഷങ്ങളിലൊക്കെ ആരുടെയെങ്കിലുമൊക്കെ സാന്നിധ്യം സാമീപ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നവരാണ്, അത് ആഗ്രഹിക്കുന്നവരാണ്, അവരുടെ ശുശ്രൂഷ നമ്മൾ കാംക്ഷിക്കുന്നവരുമാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ, സ്വർഗം ഭൂമിക്ക് സമ്മാനമായി നൽകിയ നിറസാന്നിധ്യത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ നിറസാന്നിധ്യം എങ്ങനെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ ദൈവത്തിൻ്റെ വചനത്തെ തൻ്റെ സ്വന്തം ആക്കിയെടുത്തു. ദൈവത്തിൻ്റെ വചനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അവൾ ജീവിച്ചു. അങ്ങനെ ദൈവവചനത്തെ വിധേയപ്പെട്ട അവളെ സ്വർഗം സ്വീകരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ അവളെ സ്വർഗത്തിലേക്ക് ഉടലോടെ എടുത്തു. അത് ദൈവം അവൾക്ക് നൽകിയ സമ്മാനം. മറിച്ച് ഭൂമിക്ക് മനുഷ്യരായ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നൊമ്പരങ്ങളിൽ നമ്മളെ സാന്ത്വനിപ്പിക്കുവാനായിട്ട്, നമുക്ക് ആശ്വാസം പകർന്നു നൽകുവാനായിട്ട് ഒരു അമ്മയെ സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ നമ്മുടെ സ്വന്തമാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പാരമ്യമാണ് ഓരോ തിരുനാളുകളും. ഏറ്റവും സന്തോഷത്തോടുകൂടെ നമ്മൾ ആഘോഷിക്കുകയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തേടുകയും ചെയ്യുന്നത്. ഇവിടെ പരിശുദ്ധ അമ്മ നിറഞ്ഞ സാന്നിധ്യമായിട്ട് എല്ലാവരിലും എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രത്യേകമായ സ്നേഹമുളവാകുന്നത്. കാരണം അവൾ ആരെയും മാറ്റി നിർത്തുന്നില്ല, ആരെയും ഉപേക്ഷിക്കുന്നില്ല, എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സ്വർഗമെന്ന ലക്ഷ്യത്തെ ലക്ഷ്യമാക്കി നീങ്ങുവാനായിട്ട് നമ്മളെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തൻ്റെ തിരുക്കുമാരനോട് നമുക്ക് വേണ്ടി എന്നും യാചിക്കുകയും ചെയ്യുന്ന അമ്മയാണ്. അതുകൊണ്ട് തന്നെ അവൾ നിറസാന്നിധ്യമാണ്. ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് പുതിയ നിയമത്തിൽ അവൾ മംഗളവാർത്ത, ആ തിരുനാൾ, മംഗളവാർത്തയുടെ ആ സമയം മുതൽ അവളുടെ നിറഞ്ഞ സാന്നിധ്യം ഇന്നും അവസാനിക്കാത്തൊരു സാന്നിധ്യമായിട്ട്, ഇന്നും സഭയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരു അമ്മയായിട്ട് പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് അതിന് തൊട്ട് മുൻപായിട്ടാണ് ഗബ്രിയേൽ ദൂതൻ ഈ ചെറുപ്പക്കാരിയായ പെൺകുട്ടിയോട് പറയുന്നത്, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേരിടണം. ചെറുപ്പത്തിൻ്റെ അതിൽ നിന്നും അവൾ വലിയൊരു തീരുമാനം ഏറ്റെടുക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസേ, നിന്റെ വാക്കിൽ നിറവേറട്ടെ. എനിക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല, എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ സംരക്ഷിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ മാതാവ് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസേ, നിന്റെ വാക്ക്, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന്. അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അവിടെ ഈശോയുടെ അമ്മ എന്ന് പറഞ്ഞ മേന്മയൊന്നും അവൾ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത വചനഭാഗത്ത് പറയുന്നത്, യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് അവൾ തിടുക്കത്തിൽ യാത്ര ചെയ്യുകയാണ് സ്വന്തക്കാരിയെ ശുശ്രൂഷിക്കുവാനായിട്ട്. ഗർഭിണിയായ സ്വന്തക്കാരി എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് അവൾ യാത്രയാവുകയാണ്. എളിമയുടെ ഏറ്റവും വലിയ മഹാപ്രകടനമാണ് പരിശുദ്ധ അമ്മ കാണിച്ചത്. ഒരു പക്ഷേ മാതാവിന് പറയാമായിരുന്നു, അവളെ നോക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, അല്ല നമ്മളാണ് പറയും, ഞാൻ യേശുവിൻ്റെ അമ്മയാണ്, അതുകൊണ്ട് ഞാൻ സ്വസ്ഥമായിട്ടിരിക്കണം, മറ്റുള്ളവർ ശുശ്രൂഷിക്കുവാനൊന്നും പറ്റത്തില്ല. പക്ഷേ ശുശ്രൂഷയുടെ ഏറ്റവും വലിയൊരു മാഹാത്മ്യം മാതാവ് കാണിച്ചു വരികയാണ്. ഇനി അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? മാതാവ് ആ ഭവനത്തിൽ പോകുന്നു. മാതാവ് അവളെ അഭിവാദനം ചെയ്യുന്നു, എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നു. വചനം പറഞ്ഞു വയ്ക്കുകയാണ്, ഉദരത്തിൽ കിടക്കുന്ന ശിശു പോലും മാതാവിൻ്റെ സ്വരം കേട്ട് സന്തോഷത്താൽ കുതിച്ചു ചാടി. അവസാനം വചനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇതാണ് മാതാവിൻ്റെ സാന്നിധ്യം. ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ സഹായിക്കുവാനായിട്ടുള്ള മാതാവിൻ്റെ കഴിവ് ഏറ്റവും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെയാണ് തുടർന്നുള്ള എല്ലാ ഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ, കാനായിലെ കല്യാണ വിരുന്നിൽ
ആ വീട്ടുകാർ ചോദിച്ചിട്ടല്ല അവിടെ ഈശോയോട് മാധ്യസ്ഥം യാചിക്കുന്നത്. അവരുടെ പ്രതിഷ്ഠങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാതാവിന് മനസ്സിലായിട്ട് മാതാവ് നേരെ പോയിട്ട് ഈശോ എടുത്ത് പറയുകയാണ്, കാരണം എല്ലാത്തവനെയും പരിഹരിക്കുവാൻ കഴിവുള്ള എൻ്റെ മോന് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് മാതാവിന് അറിയാം. അതുകൊണ്ട് അവൾ അവിടെ ഇവിടെയും പറഞ്ഞു നടക്കുവാനായിട്ട് പോയില്ല, കരയുവാനായിട്ട് പോയില്ല, നേരെ ഈശോയുടെ അടുക്കിലേക്ക് പോയി അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനായിട്ട് മാതാവിന് സാധിച്ചു. തീരുന്നതല്ല, ജീവിതത്തിലുടനീളം ഈശോയുടെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. കാരണം ഈശോയുടെ ഈ രക്ഷാകര സംഭവത്തിൽ മാതാവ് പങ്കാളിയായി നിന്നു, കൂടെ നിന്നു, ഈശോയുടെ ഒപ്പമായിരുന്നു. ഒരുപക്ഷെ കൂടെ നടന്ന ശിഷ്യന്മാർ പോലും യേശുവിനെ ഉപേക്ഷിച്ച് ഒറ്റിക്കൊടുത്ത് തള്ളിപ്പറഞ്ഞ് ഓടിയപ്പോഴും മാതാവ് നിറഞ്ഞ സാന്നിധ്യമായിട്ട് കുരിശിൻ്റെ കൂടെ, കുരിശോളം, ഈശോയുടെ മരണത്തോളം കൂടെ നിന്നവളാണ്. ഇതെല്ലാം കണ്ട് ഏതൊരമ്മയ്ക്ക് സ്വന്തം മകൻ്റെ ഇത്രയും വേദന അനുഭവിക്കുന്ന ഈ ശരീരത്തിന് മുൻപിൽ നിൽക്കുവാൻ സാധിക്കും? കുരിശിന് കീഴെ നിൽക്കുവാനായിട്ട് സാധിക്കും? നമ്മുടെയൊക്കെ കൊച്ചുങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു പനി വന്നാൽ നമുക്ക് പൊള്ളാറില്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെയെങ്കിൽ ഇത്രയേറെ ത്യാഗങ്ങളും പീഡകളും സഹിച്ച് കുരിശിൽ കിടക്കുന്ന ഈശോയുടെ കാൽക്കൽ ഈ അമ്മയ്ക്ക് എങ്ങനെ നിൽക്കുവാൻ സാധിച്ചു? ദൈവാശ്രയബോധം ഉള്ളത് കൊണ്ട് മാത്രം. എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ മകനെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് കീഴ്വഴങ്ങി മാതാവ് ആ കുരിശിന് കീഴെ നിന്നു. അവിടെ അവസാനിക്കുന്നതല്ല, മറിച്ച് അതിനുമപ്പുറം ഈശോയുടെ ഉദ്ധാനത്തിന്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനൊക്കെ ഈ അമ്മ ശിഷ്യന്മാരെ ഒരുക്കുന്നതായിട്ട് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇന്നും സഭയിലെ ഓരോ കാര്യങ്ങളിലും നിറസാന്നിധ്യമായിട്ട് പരിശുദ്ധ അമ്മയുണ്ട്. ഓരോ പുരോഹിതനും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കാൽവരിയിലെ കുരിശിന് കീഴെ അന്ന് മാതാവ് നിന്നതുപോലെ പുത്രൻ്റെ ഈ യാഗവേളയിൽ നമ്മുടെ അൽത്താരയിൽ പരിശുദ്ധ അമ്മ നിറഞ്ഞ സാന്നിധ്യമായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി എലിസബത്തിൻ്റെ ആ സംഭവത്തിലേക്ക്, അവരുടെ ഭവനത്തിലേക്ക് നമുക്ക് വരാം. മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കിയ മാറ്റം, അവിടെ വലിയൊരു സന്തോഷം ഉളവായി. മാതാവിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ അവിടെ വലിയൊരു സന്തോഷം. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. കാരണം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവളിലും പരിശുദ്ധാത്മാവ് നിറയുന്നതിന് കാരണമായി. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ സാന്നിധ്യം, എൻ്റെ സാമീപ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതാണോ അതോ ദുഃഖം പകരുന്നതാണോ? എൻ്റെ സാമീപ്യം മറ്റുള്ളവർക്ക് ദൈവത്തെ പങ്കുവച്ച് നൽകുന്നതാണോ? ഓരോ ദിവസവും നമ്മൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു. ഈശോയുടെ തിരുശരീരം ഉൾക്കൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ അയൽക്കാർക്ക് ഈശോയുടെ സന്തോഷവും സമാധാനവും പങ്കുവെച്ച് നൽകുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ പരിശുദ്ധ അമ്മ നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധാത്മാവിനെ നൽകുന്നതായിരുന്നു, സ്വർഗത്തിൻ്റെ സന്തോഷം നൽകുന്നതായിരുന്നു. ഇന്നത്തെ പത്രമാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് അല്ലേ? മാതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ന്യൂസ് പേപ്പറിലെ വായന ഇപ്രകാരമാണ്: ഒരു യുവതി പ്രസവിച്ചു, കൊച്ചിനെ കൊല്ലാൻ കൊടുക്കുന്നു. മാതൃത്വം നശിച്ചു പോകുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി ഈശോയെ പ്രസവിച്ച ഈ ലോകത്തിന് രക്ഷകനെ പ്രദാനം ചെയ്ത മാതാവ് ഇന്ന് എനിക്കും നിനക്കും ഒരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ സാന്നിധ്യവും സാമീപ്യവും നമ്മുടെ ജീവിത രീതികളുമൊക്കെ മാറുമ്പോൾ നമ്മളെ പ്രതി കരയുന്ന ഒരു അമ്മ പരിശുദ്ധ അമ്മ മാത്രമാണ്. എല്ലാ അമ്മമാർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ ലോകത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിച്ച ഒരു അമ്മയെയാണ് സ്വർഗം തിരഞ്ഞെടുത്തത്, ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ പ്രിയപുത്രന് ഈ ലോകത്തിലേക്ക് വരുവാനുമുള്ള ഒരു വഴിയായിട്ട്. ഇനി ഈ അമ്മ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മഹാത്മ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുവാനായിട്ട്, ഈശോയിലേക്ക് എല്ലാവരെയും ചേർക്കുവാനായിട്ട്, ആ സ്വർഗത്തിലേക്ക് എല്ലാവരെയും അനുയാത്ര ചെയ്യുവാനായിട്ട് ഈ മാതാവ് സഹായിക്കും.
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കാം. ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നതിലൂടെയൊക്കെ തീർച്ചയായിട്ടും ഈ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഓരോ തിരുനാളും ആഘോഷിക്കുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിലും പകർത്തുവാനായിട്ട് ഓരോ തിരുനാളിലും കർത്താവേ നീ സഹായിക്കണമേ എന്ന്. ഒരു പഴഞ്ചൊല്ലി പ്രകാരമാണ്, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടൊരു സൗരഭ്യം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന പരിമളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ടും ആ നന്മകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടും സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ തിരുനാള് അതിൽ അർത്ഥവത്തായി തീരുന്നത്. അതുകൊണ്ട് നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാം. ജീവിതത്തിലെ എല്ലാ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ഒരുപോലെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ നമ്മളെ മനസ്സിലാക്കുവാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷേ അമ്മ മനസ്സിലാക്കും. ഹൃദയത്തിൻ്റെ വേദന അമ്മയ്ക്കറിയാം. കാരണം അവൾ ഒരു അമ്മയാണ്. ഈ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വേദനകളൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് അവൾ ഈ ലോകത്ത് നിന്നും മാറിയത്. ഇനി ഈ ലോകത്ത് നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ളതും പരിശുദ്ധ അമ്മയ്ക്കാണ്. കാരണം മനുഷ്യൻ്റെ സങ്കടങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ അറിയാം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഭവനത്തിലും കുടുംബത്തിലും ഉണ്ടാകട്ടെ. അങ്ങനെ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി തിരുനാളിൻ്റെതായ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.